തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിനെക്കുറിച്ചുള്ള കറയില്ലാത്ത ഓർമ്മകൾ നമ്മുടെ ഈ ദിനത്തെ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വിശുദ്ധ സുവിശേഷം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അന്നു തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവുകൾ നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരിക്കൽ ഒരു വിശുദ്ധനായ വൈദികൻ ട്രെയിനിൽ യാത്ര ചെയ്യുക. അവൻ്റെ സായാഹ്ന പ്രാർത്ഥനയുടെ സമയമായി തൻ്റെ യാമപ്രാർത്ഥനാ പുസ്തകം ഒരുപാട് സ്നേഹത്തോടെ തുറന്നു വെച്ചുകൊണ്ട് ഈ വൈദികൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചതിനു ശേഷം തൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിലുള്ള ഒരു കൊച്ചു ചിത്രത്തിൽ നോക്കി ഒരുപാട് നേരം സന്തോഷത്തോടെ ഈ വൈദികൻ പ്രാർത്ഥിക്കുന്നു. അടുത്തിരുന്ന ഒരു മനുഷ്യൻ ഒരുപാട് ആകാംക്ഷയോടെ ഈ വൈദികനോട് ചോദിക്കുന്നു, താങ്കൾ എന്താണ് ഈ ചിത്രത്തിൽ നോക്കി നിൽക്കുക? അപ്പോൾ ഈ ചിത്രം ഈ വൈദികൻ ഈ മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്നു. കുഞ്ഞിനെ കരങ്ങളിലേന്തിയ ഒരു അമ്മയുടെ ചിത്രം, പരിശുദ്ധ മാതാവിൻ്റെ ചിത്രം. അപ്പോൾ ഈ മനുഷ്യൻ അച്ഛനോട് പറയുന്നു, അച്ഛോ, ഈ അമ്മ എന്തു സുന്ദരിയാണ്, എന്ത് ഭംഗിയാണ് ഈ അമ്മയെ കാണാൻ. അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, അമ്മ സുന്ദരിയായത് മകൻ കാരണം. അമ്മ സുന്ദരിയായത് മകൻ കാരണമാണ്. അപ്പോൾ ഈ മനുഷ്യൻ അച്ഛനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലച്ചോ, അച്ഛന് തെറ്റുപറ്റിപ്പോയി. സുന്ദരിയായ അമ്മമാരിൽ നിന്നാണ് ഭംഗിയുള്ള മക്കളുണ്ടാകുക. അതുകൊണ്ട് ഈ അമ്മ സുന്ദരിയായത് കൊണ്ടല്ലേ ഈ കുഞ്ഞും സുന്ദരനായത്. പക്ഷേ ഈ വൈദികൻ ഈ മനുഷ്യനെ തിരുത്തിക്കൊണ്ട് പറയുന്നു, മനുഷ്യന് തെറ്റുപറ്റാം, പക്ഷെ ദൈവത്തിന് തെറ്റുപറ്റില്ല. ഇവിടെ ഈ കുഞ്ഞുള്ളത് കൊണ്ടാണ് അമ്മ സുന്ദരിയായത്. അത് പറഞ്ഞതിന് ശേഷം അമലോത്ഭവ സത്യം ഈ വൈദികൻ ഈ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയും. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രനു വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം സുന്ദരിയാക്കിയതിൻ്റെ ഓർമ്മ തിരുനാളാണ്. അതാണ് അമലോത്ഭവ തിരുനാൾ എന്ന് പറയുക. എന്താണ് അമലോത്ഭവം എന്നും അമലോത്ഭവ തിരുനാളിൻ്റെ ചരിത്ര രഹസ്യം എന്താണെന്നും നമുക്കൊന്ന് വിലയിരുത്താനായിട്ട് പരിശ്രമിക്കാം. 1854 പരിശുദ്ധ പിതാവ് 9-ാം പിയൂസ് പാപ്പ അവർണ്ണനീയ ദൈവം എന്ന തൻ്റെ തിരുവെഴുത്തിനാൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ അമലോത്ഭവ രഹസ്യം സഭയിലെ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം പരിശുദ്ധ പിതാവ് ദൈവജനത്തോട് പറയുന്നു, ഈ വിശ്വാസ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഈ ഒരു സത്യം വിശ്വാസ സത്യമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്
ഒരുപാട് വിഷമസന്ധികളിലൂടെ പരിശുദ്ധ പിതാവ് 9-ാം പീയൂസ് പാപ്പ കടന്നുപോയി. കാരണം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വിശ്വാസ സത്യമായി സഭയിൽ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ദൈവജനത്തിൽ നിന്നും ഉയർന്നു വന്നതാണ്. ദൈവജനം ഒരുപാട് നാളുകളായി പരിശുദ്ധ പിതാവിനോട് പറയുന്നു, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ വിശ്വാസ സത്യമായി സഭയിൽ പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പക്ഷേ ഒരു വിശ്വാസ സത്യം ആയിട്ട് എന്തെങ്കിലും ഒന്നിനെ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ സഭയിൽ ഒരുപാട് ക്രിയകളുണ്ട്, ഒരുപാട് പ്രക്രിയയിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ പടിയെന്നോണം പരിശുദ്ധ പിതാവ് 9-ാം പീയൂസ് പാപ്പ ചെയ്തൊരു കാര്യം, സഭയിലുള്ള കത്തോലിക്കാ സഭയിലുള്ള എല്ലാ മെത്രാന്മാർക്കും, ലോകത്തെമ്പാടുമുള്ള കത്തോലിക്കാ സഭയിലെ എല്ലാ മെത്രാന്മാർക്കും പരിശുദ്ധ പിതാവ് കത്തുകൾ എഴുതി. എന്നിട്ട് ചോദിക്കുന്നു, പരിശുദ്ധ അമ്മയെ അമലോത്ഭവ രഹസ്യത്തെ വിശ്വാസ സത്യമായി സഭയിൽ പ്രഖ്യാപിക്കുവാൻ താങ്കൾക്ക് ഇഷ്ടമുണ്ടോ? അതിനോട് താങ്കൾ അനുകൂലിക്കുന്നുവോ ഇല്ലയോ? പരിശുദ്ധ പിതാവ് വിചാരിച്ചിട്ടുണ്ടാകണം എല്ലാവരും അനുകൂലമായിട്ട് മറുപടി വിടുമെന്ന്. പക്ഷേ ഇങ്ങനെ വിട്ട കത്തുകളിൽ ഭൂരിഭാഗം കത്തുകളും തിരിച്ചെത്തിയില്ല. പക്ഷേ പരിശുദ്ധ പിതാവ് അവിടെ സാഹസികമായ ഒരു ചുവട് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട്, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ഔദ്യോഗിക സിംഹാസനത്തിലിരുന്ന് ഔദ്യോഗികമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ സത്യം എന്നത് ഇന്നു മുതൽ സഭയിൽ വിശ്വാസ സത്യമായി നാം പ്രഖ്യാപിക്കുന്നു. ദൈവജനം മുഴുവൻ, തിരുസഭ മുഴുവൻ ഈ വിശ്വാസ സത്യത്തെ അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണം. നാളുകൾ കുറെ കഴിഞ്ഞു. 1858 അതായത് പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ വിശ്വാസമായിട്ട് സഭയിൽ പ്രഖ്യാപിച്ചതിനു ശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, ഞാൻ അമലോത്ഭവയാണ്. മനുഷ്യൻ വേണ്ടെന്ന് വെച്ചതിനെ സ്വർഗം അംഗീകരിച്ചു. എങ്കിൽ സ്വർഗം വെളിപ്പെടുത്തിയ വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ സത്യം എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കത്തോലിക്കാ തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ വിശ്വാസം, അത് വിശ്വാസ പ്രഖ്യാപനം ദൈവം അംഗീകരിച്ച, സ്വർഗം അംഗീകരിച്ച വിശ്വാസ പ്രഖ്യാപനമാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം. ഇനി എന്താണ് അമലോത്ഭവം? തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുന്നതിന് മുൻപായി അവന് യോഗ്യമായ ഒരു ഇടം കണ്ടെത്താൻ ദൈവപിതാവ് പരിശ്രമിക്കുന്നു. സ്വർഗത്തിൻ്റെ കുമാരന് താമസിക്കുവാൻ സാധാരണ ഒരു ഇടം പോരാ. പാപത്തിൻ്റെ കറകളില്ലാത്ത, അശുദ്ധിയുടെ സ്പർശമില്ലാത്ത, ഏറ്റവും മൃദുവായ, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിനെ കൊടുക്കണമെന്ന് ദൈവപിതാവിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ജനനം മുതലേ ദൈവം ഒരുക്കി തൻ്റെ പുത്രനു വേണ്ടി. അപ്പോൾ തൻ്റെ പുത്രനു വേണ്ടി ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ ഒരുക്കിയതിൻ്റെ, വിശുദ്ധയാക്കിയതിൻ്റെ മനോഹരമായ വിശുദ്ധമായ ഓർമ്മയാണ് കത്തോലിക്കാ സഭയിലെ അമലോത്ഭവ രഹസ്യം എന്ന് പറയുക. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ഒന്ന് അല്പം ചിന്തിക്കാം. നമ്മൾ കണ്ടത് നിലമൊരുക്കി വിത്ത് വിതച്ച ഒരു കർഷകനെയാണ്. നിലമൊരുക്കുന്ന ഒരു കർഷകൻ നിലമൊരുക്കിയതിനു ശേഷം വിത്തും ചുമന്നുകൊണ്ട് പോകുന്നു. വിത്തിൽ പലതും വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഇനി വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപേ പാലസ്തീനായിലെ കർഷകർ എങ്ങനെയാണ് വിത്ത് വിതച്ചിരുന്നത് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിലമൊരുക്കിയത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പാലസ്തീനായിലെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ മണ്ണിൽ ഒരുപാട് കട്ടകളും കല്ലുകളും ഉണ്ടാകും. അപ്പോൾ ഈ കർഷകർ ആദ്യം ചെയ്യുന്നത്
വിളവെടുത്തതിന് ശേഷം അടുത്ത പ്രാവശ്യം വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് ഈ നിലം വളരെ മനോഹരമായിട്ട് ഉഴുതു മറിക്കും. വളരെ ആഴത്തിൽ കലപ്പയിറക്കി ഈ നിലം മുഴുവൻ ഉഴുതു മറിക്കും. എന്തിനു വേണ്ടി? ഈ മണ്ണിലുള്ള കട്ടകളും കല്ലുകളും എടുത്തു മാറ്റാൻ, വേരുകളും മറ്റു മാലിന്യങ്ങളും എടുത്തു മാറ്റാൻ. അങ്ങനെ വളരെ മനോഹരമായി ആദ്യത്തെ പ്രാവശ്യം ഈ നിലം പാലസ്തീനായിലെ കർഷകർ ഉഴുത് മറിച്ച് ഒരുക്കിയിടുന്നു. അതിനുശേഷം ഈ നിലം നനയ്ക്കും. നിലം നനച്ച് കൂടുതൽ മൃദുവാക്കി മാറ്റും. അങ്ങനെ മൃദുവാക്കി മാറ്റിയ, ഉഴുതുമറിച്ച് വെള്ളമൊഴിച്ച് മൃദുവാക്കി മാറ്റിയ ഈ മണ്ണിൽ ഈ കർഷകർ വിത്ത് വിതയ്ക്കും. വിത്ത് വിതച്ചതിന് ശേഷം വീണ്ടും കലപ്പ ഉപയോഗിച്ച് ഒരിക്കൽ കൂടെ ഈ നിലം ഉഴുതുമറിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഇട്ട വിത്ത് ഈ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാനും ആഴങ്ങളിലേക്ക് പതിക്കുമ്പോൾ ഈ വിത്ത് കരുത്തോടെ മുളച്ചു പൊങ്ങി നൂറുമേനി തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 പ്രാവശ്യം ഈ നിലം ഉഴുതുമറിക്കും. ആദ്യത്തേത് നിലത്തിലുള്ള അശുദ്ധികൾ എടുത്തു മാറ്റാൻ, രണ്ടാമത്തേത് വിത്ത് ആഴത്തിൽ പതിക്കാൻ. 2 പ്രാവശ്യം നിലമൊരുക്കുന്ന പാലസ്തീനായിലെ കർഷകർ. ഈ പശ്ചാത്തലത്തിൽ വേണം നാം ഈ അമലോത്ഭവ സത്യവും വിതയ്ക്കാരൻ്റെ ഉപമയും മനസ്സിലാക്കുവാൻ. ദൈവം ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയെ, അവളുടെ ഹൃദയമാകുന്ന വയലിനെ ഉഴുതുമറിക്കുന്നു. ഉഴുതുമറിച്ച് അവളുടെ ജീവിതത്തിലുള്ള പാപത്തിൻ്റെ കറകൾ, അശുദ്ധിയുടെ കറകളൊക്കെ എടുത്തു മാറ്റി അവളെ നിർമ്മലയാക്കി മാറ്റുന്നു. ഇതാണ് നിലം ആദ്യമായിട്ട് നിലം ഒരുക്കി. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠമായ വിത്തിനെ, ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ വിത്തായ യേശുവിനെ, ദൈവത്തിൻ്റെ വചനത്തെ പരിശുദ്ധ അമ്മയാകുന്ന അമ്മയുടെ ഹൃദയത്തിലെ നല്ല നിലത്തിൽ ദൈവം നിക്ഷേപിച്ചു. ഇനി സ്വർഗത്തിൻ്റെ വിത്ത്, ദൈവത്തിൻ്റെ പുത്രൻ പരിശുദ്ധ അമ്മയിലൂടെ വളർന്നു വന്ന് ഈ ലോകത്തിന് മുഴുവൻ തണൽ നൽകുന്ന, വിശുദ്ധി നൽകുന്ന, വിശ്വാസം നൽകുന്ന മരമായി മാറുവാൻ വേണ്ടി ആഴങ്ങളിലേക്ക് പതിക്കേണ്ടിയിരിക്കുന്നു. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വളവും വെള്ളവും സ്വീകരിക്കാൻ വേണ്ടി ആഴങ്ങളിലേക്ക് പതിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ദൈവം അമ്മയുടെ ജീവിതം വീണ്ടും സഹനത്തിൻ്റെ കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിക്കും. സഹനത്തിൻ്റെ കലപ്പ ഉപയോഗിച്ച് അമ്മയുടെ ജീവിതം ദൈവം ഉഴുതുമറിക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീര് വീണ് ആ നിലം മൃദുവായിട്ട് മാറും. അങ്ങനെ അമ്മയുടെ കണ്ണുനീരും സഹനവും ഏറ്റ്, സഹനമാകുന്ന വളവും കണ്ണുനീരാകുന്ന ജലവും സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ സാന്ത്വനമായ ദൈവത്തിൻ്റെ വചനമായ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടുകയാണ്. അങ്ങനെ വെളിപ്പെട്ട് 100 മേനി ഈ ലോകത്തിന് കൊടുത്ത വിത്തായിട്ട് ഈശോ മാറുന്നു. ദൈവവചനം 100 മേനി കൊടുത്തു. പക്ഷെ പലപ്പോഴും വഴിയരികിൽ വീണ വിത്തിനെക്കുറിച്ചും പാറമേൽ വീണ വിത്തിനെക്കുറിച്ചും മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തിനെക്കുറിച്ചും നാം കാണുന്നുണ്ട്. പാറമേൽ വീണ വിത്തും വഴിയരികിൽ വീണ വിത്തും നല്ല മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തും മുളച്ചു. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടായില്ല. കാരണം അതിന് വളർന്നു വരുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഈശോയ്ക്ക് വളർന്നു വരുവാൻ സാഹചര്യം ദൈവം ഒരുക്കിയത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയാകുന്ന നല്ല നിലത്ത് വീണതുകൊണ്ട് ഈശോ വളർന്നു വന്നു. ദൈവം ആഗ്രഹിച്ച രീതിയിൽ 100 മേനി വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ഈശോ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് തിരികെ പോവുകയാണ്. അപ്പോൾ ഓർക്കുക, തൻ്റെ പുത്രന് വേണ്ടി ദൈവം പരിശുദ്ധ അമ്മയെ എപ്രകാരം ഒരുക്കി എന്നുള്ളത്. ആദ്യം അവളുടെ ജീവിതത്തിലെ അശുദ്ധികളൊക്കെ എടുത്തു മാറ്റി അമലോത്ഭവയായി അവൾക്ക് ജന്മം നൽകുന്നു. അമലോത്ഭവയാണെങ്കിലും തൻ്റെ പുത്രന് യോഗ്യമായ പീഠമായിരിക്കുവാൻ പരിശുദ്ധ അമ്മയെ സഹനത്തിൻ്റെ കലപ്പ ഉപയോഗിച്ച് ദൈവം ഉഴുതുമറിക്കുന്നു. എത്ര നാൾ? കാൽവരിയുടെ ചുവട് വരെയും, അല്ലെങ്കിൽ അതിനുശേഷവും ദൈവം അവളെ ഉഴുതുമറിക്കും. അവൾ പരിഭവപ്പെട്ടില്ല, പരാതി പറഞ്ഞില്ല. കാരണം അവൾക്ക് അവളുടെ ആത്മാവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ആനന്ദം ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ മാതൃക നമുക്ക് സ്വീകരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം
ദൈവം സ്വപ്നം കണ്ട ഒരു വിത്താണ് നാം ഓരോരുത്തരും. ദൈവം ആദിയിലെ എന്നെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരു വിത്താണ് ഞാൻ. ഈ വിത്തിനെ ദൈവം പാകിയത് തിരുസഭയാകുന്ന നല്ല നിലത്താണ്. തിരുസഭയാകുന്ന നല്ല നിലത്തിലാണ് ദൈവം എന്നെ പാകിയത്. പക്ഷികൾ പെറുക്കിക്കൊണ്ടുപോകാൻ ദൈവം എന്നെ വഴിയോരങ്ങളിൽ ഉപേക്ഷിച്ചില്ല. ജീവിതത്തിൽ വാടിക്കരിഞ്ഞു പോകുവാൻ അവൻ എന്നെ പാറപ്പുറത്ത് പാകിയില്ല. ജീവിതത്തിൽ ഞെരുക്കപ്പെടാൻ വേണ്ടി മുള്ളുകൾക്കിടയിൽ അവൻ പാകിയില്ല. അവൻ എന്നെ പാകിയത് ഏറ്റവും ശ്രേഷ്ഠമായ തിരുസഭയുടെ മണ്ണിലാണ്. തിരുസഭയുടെ മണ്ണിൽ, നല്ല കുടുംബത്തിൻ്റെ മണ്ണിൽ, നല്ല ഇടവകയുടെ മണ്ണിൽ ദൈവം എന്നെ പാകി. ഇനിയുള്ളത് വിത്തായ എൻ്റെ ജീവിതമാണ്. സുവിശേഷം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുവാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ജലമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ വളമാണ് ദൈവം നൽകിയത്. പക്ഷേ അവിടെ മുള പൊട്ടണമെങ്കിൽ ഞാനാകുന്ന ഗോതമ്പ് മണി മനസ്സ് തുറക്കണം. ഇത്രയൊക്കെ വചനങ്ങൾ ശ്രവിച്ചിട്ടും കൂദാശകൾ സ്വീകരിച്ചിട്ടും തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ടിട്ടും എൻ്റെ ഹൃദയമാകുന്ന ഈ ഗോതമ്പ് ഒന്ന് അഴിയുവാൻ, ഞാനെന്ന ഭാവം വെടിയുവാൻ ഈ ഗോതമ്പ് മണിയായ ഞാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ തീർച്ചയാണ് ഞാൻ അതേപടി ഇരിക്കും. എനിക്ക് എന്നിൽ ഗുണമില്ല, മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് ഒരു ഗുണവുമില്ലാതായിട്ട് മാറും. അവിടെ ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിത്തായിട്ട് ഞാൻ മാറും. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷികൾക്ക് ആഹാരമായിട്ട് മാറും. പക്ഷികൾ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പക്ഷികൾ. പലപ്പോഴും എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പക്ഷികൾ വരാറുണ്ട്. അവിശ്വാസത്തിൻ്റെ പക്ഷികൾ, അഹംഭാവത്തിൻ്റെ പക്ഷികൾ, സംശയത്തിൻ്റെ, അശുദ്ധിയുടെ പക്ഷികൾ എന്നെ പലപ്പോഴും പെറുക്കിക്കൊണ്ടുപോകാറുണ്ട്. അതിന് കാരണം ഞാനെന്ന വിത്ത് മുളപൊട്ടാൻ മനസ്സ് കാണിച്ചില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട്, പാറപ്പുറത്ത് വീണ വിത്തായി ഞാൻ പലപ്പോഴും മാറാറുണ്ട്. ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണത, ഈശോ പറയുന്നൊരു കാര്യം, ആദ്യത്തെ സ്നേഹത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി ആദ്യമുണ്ടായിരുന്ന തീക്ഷ്ണത അത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ആദ്യം മുളച്ചു പൊങ്ങി എല്ലാം കണ്ടു, പക്ഷേ തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോയപ്പോൾ വാടിക്കരിഞ്ഞ് അവിടെ വീണു. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള വിത്ത്, ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായപ്പോൾ, സഹനങ്ങൾ ഞെക്കി ഞെരുക്കി കളഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഉപേക്ഷിച്ച് കളഞ്ഞു. പക്ഷെ ഈ മൂന്ന് സാഹചര്യങ്ങൾക്കും വഴിമാറാതെ നല്ല നിലത്തിലേക്ക് വരാം. ഇനി എങ്ങനെയാണ് തിരുസഭ വളക്കൂറുള്ള മണ്ണായിട്ട് മാറിയത്? രക്തസാക്ഷികളുടെ രക്തം കൊണ്ടും വിശുദ്ധരുടെ കണ്ണുനീർ പ്രാർത്ഥന കൊണ്ടും നനവുള്ളതും വളമുള്ളതുമായ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണിലാണ് ദൈവം എന്നെ നിക്ഷേപിച്ചത്. ഇനി ഞാനാകുന്ന വിത്ത് അഴുകി ഇല്ലാതാകുമ്പോൾ ഞാൻ മുളച്ചു വരും. എൻ്റെ വിശുദ്ധിയുടെ ശിഖരങ്ങളിൽ എൻ്റെ ദൈവജനത്തിന് ഇടയം ലഭിക്കും. എൻ്റെ വിശുദ്ധിയുടെ ശിഖരങ്ങളിൽ എൻ്റെ കുടുംബത്തിന് സമാധാനം ലഭിക്കും. എൻ്റെ മക്കൾ ആസ്വദിക്കും. ജീവിത പങ്കാളിക്ക് ജീവിതത്തിൽ തുല്യത കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ ദൈവം എന്നെ പ്രതി സന്തോഷിക്കൂ. എങ്കിൽ മാത്രമേ അമലോത്ഭവം എന്നിൽ പൂർത്തിയാകൂ. അപ്പോൾ നമ്മുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ അമലോത്ഭവമാക്കി മാറ്റണമെങ്കിൽ സഹനങ്ങളിൽ ദൈവത്തിന് ഉത്തരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാനാകുന്ന ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ 100 മേനി വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ദൈവം എന്നെ പ്രതി സന്തോഷിക്കുന്നു. ഞാനാകുന്ന വിത്ത് കൊണ്ട്, ഞാനാകുന്ന ജന്മം കൊണ്ട് എനിക്ക് അനുഗ്രഹമുണ്ടാകൂ, മറ്റുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകും. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ മണ്ണിൽ ആണ്ടുറങ്ങുന്ന ഒരു വിത്ത് മാത്രമായി എൻ്റെ ജീവിതം മാറിപ്പോകും. സ്നേഹമുള്ളവരെ, അമലോത്ഭവ മാതാവിൻ്റെ ഒരു ദേവാലയത്തിലേക്ക് പുതിയതായിട്ട് ഒരു വികാരിയച്ഛൻ കടന്നു വരിക. അമലോത്ഭവ മാതാവിൻ്റെ പേരിലുള്ള ഒരു ദേവാലയം, പഴയ ഒരു ദേവാലയം. അച്ഛൻ വന്നു. അച്ഛൻ നോക്കിയപ്പോൾ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം ആ ദേവാലയത്തിൽ കണ്ടു. അച്ഛൻ ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ കാണുന്നൊരു കാര്യം, പരിശുദ്ധ അമ്മയുടെ മുഖത്തുള്ള പെയിൻ്റൊക്കെ പോയിരിക്കും.
കണ്ണ് കാണാൻ പറ്റുന്നില്ല. നിറമില്ലാത്ത അമ്മ. ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ പുതിയ പെയിൻ്റ് അടിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നിറം കൊടുത്ത് അവളുടെ കണ്ണ് തുറക്കണം. അപ്പോൾ ഇടവകയിലെ മുതിർന്ന കാരണവന്മാർ വന്നിട്ട് പറയുന്നു, അച്ഛോ അത് ചെയ്യണ്ട, അച്ഛോ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ പെയിൻ്റ് അടിക്കണ്ട, അവളുടെ കണ്ണ് തുറക്കണ്ട. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം, അമ്മയുടെ കണ്ണ് തുറന്നാൽ അമ്മ ഞങ്ങളെ കാണും. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളെ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കാണുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട് അച്ഛൻ പെയിൻ്റ് അടിച്ച് അമ്മയുടെ കണ്ണ് തുറക്കണ്ട, അമ്മ ഞങ്ങളെ കാണണ്ട, കേട്ടാൽ മതി. നമ്മുടെ ജീവിതം അമ്മ കാണുന്ന ജീവിതമാക്കി മാറ്റണം. അതായത് ഒരു അമ്മയുടെ മുൻപിൽ മകൻ ചെയ്യാൻ പാടില്ലാത്തത്, മകൾ ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്യരുത്. ഒരു അമ്മ മകനെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, ഒരു അമ്മ മകളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യരുത്. അപ്പോൾ ഈ അമ്മ എന്നെ പ്രതി സന്തോഷിക്കും. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മേ, അമ്മ കണ്ണു തുറന്ന് ഞങ്ങളെ കാണണമേ. അമ്മയുടെ ജീവിതത്തിലുണ്ടായതുപോലെ അമലോത്ഭവരായിട്ട് ജീവിക്കുവാൻ, അശുദ്ധിയൊക്കെ എടുത്തു മാറ്റി വിശുദ്ധിയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയോളം വിശുദ്ധിയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമുക്കും പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ ഈശോയെ, കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയെ നീ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. ഈശോയെ, ഈ അമ്മയെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ അമ്മയെ ബഹുമാനിക്കുവാനും ഈ അമ്മയെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയെ, നിൻ്റെ അമ്മ, എൻ്റെ അമ്മ കാണാൻ സാധിക്കാത്തത്, എന്നെക്കുറിച്ച് കാണാൻ ഇഷ്ടപ്പെടാത്തത്, കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ഒന്നും ചെയ്യാതിരിക്കുവാൻ എനിക്ക് വലിയ കൃപ നൽകണമേ. നിൻ്റെ അമ്മയുടെ ജീവിതത്തോളം വിശുദ്ധി അമലോത്ഭവരായി ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ജീവിക്കുവാൻ, പാപമില്ലാത്ത കുടുംബങ്ങളാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ ഈശോയെ. പരിശുദ്ധ അമ്മേ, കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയ്ക്ക് താങ്ങായി തണലായി നിന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ജീവിതയാത്രയിലും താങ്ങായി തണലായി അമ്മ എന്നും കൂടെ വരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.